ഞാൻ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറയുന്ന സമയത്ത് പറയാറുണ്ടല്ലോ, കാൽത്തളകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന്, കാണാനായിട്ട്, അണിഞ്ഞ് കാണാനായിട്ട്. അതുപോലെ നമ്മുടെ കൃഷ്ണനും ബലരാമേട്ടനും കാൽത്തളകൾ അണിഞ്ഞു കൊടുക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. നല്ല രസം അതൊക്കെ കേൾക്കാനായിട്ട് കേട്ടോ. അതായത് രണ്ടുണ്ണികളും ഇങ്ങനെ മുട്ടൂതി നടക്കുന്ന ആ ഒരു പ്രായത്തിൽ നല്ല തിളങ്ങുന്ന രീതിയിലാണ്, നല്ല തിളക്കായ യശോദാമ്മയുടെ ആ നിലത്തിനെ. അതേപോലെ തന്നെ മുത്തുകളും പവിഴങ്ങളും ഒക്കെ ഇങ്ങനെ പതിപ്പിച്ചതാ. ഉണ്ണി ഇങ്ങനെ മുട്ടൂതി നടക്കുമ്പോൾ തൻ്റെ തന്നെ മുഖം ആ നിലത്ത് ഇങ്ങനെ കാണുവേ. അപ്പോൾ ആ കുഞ്ഞി കൈ കൊണ്ട് നല്ലൊരു തല്ലും കൊടുക്കും. അപ്പോൾ കൈ വേദനിക്കും. അങ്ങനെ കയ്യിലേക്കൊക്കെ നോക്കി ഇന്ന് ഇതെന്താ സംഭവിച്ചതെന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കും. അപ്പോൾ ഇതൊക്കെ രോഹിണിയമ്മയും യശോദാമ്മയും നല്ല രസത്തിലാട്ടോ കാണാറ്. അങ്ങനെ ഈ സമയത്താണ്, ഈ മുട്ടുകുത്തി നടക്കുന്ന ആ ഒരു പ്രായത്തിലാണ് യശോദാമ്മ രണ്ടുണ്ണികൾക്കും കാൽത്തളകൾ കൊണ്ടുവന്നിട്ട് അണിയിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇത് രാത്രിയായിട്ടോ അണിയിച്ചു കൊടുക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ രണ്ടുപേരും ഇങ്ങനെ മുട്ടുകുത്തി നടക്കുക. അപ്പോൾ കിലും കിലും എന്നുള്ള ശബ്ദം. രാമേട്ടൻ പിന്നെ അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പോയില്ല കേട്ടോ. നമ്മുടെ ഉണ്ണി ഈ ശബ്ദം കേട്ടപ്പോൾ ഇത് എവിടുന്നാ കേൾക്കുന്നതെന്ന് നോക്കി, ചുറ്റുവട്ടത്തും നോക്കി, പക്ഷെ മനസ്സിലായില്ല. അങ്ങനെ കുറച്ചും കൂടി വേഗത്തിൽ ഇങ്ങനെ മുട്ടുകുത്തി ഓടിയപ്പോൾ കിലുകിലൂ എന്നുള്ള ശബ്ദം. അപ്പോൾ ഉണ്ണിക്ക് പേടിയായി, എവിടുന്ന ഈ ശബ്ദം കേൾക്കണേന്ന് അറിയില്ലല്ലോ. ചെറിയ ഉണ്ണികൾ അങ്ങനെയല്ലേ, എന്തെങ്കിലും ഒരു ശബ്ദം അവർക്ക് അറിയാത്ത സ്ഥലത്ത് നിന്ന് കേട്ട് കഴിഞ്ഞാൽ അവർ കരയും പേടിച്ചിട്ട്. അതേപോലെ നമ്മുടെ ഉണ്ണിയും പേടിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ അത് കണ്ടിട്ട് നമ്മുടെ രോഹിണിയമ്മ വന്ന് രണ്ടുണ്ണികളെയും ഇങ്ങനെ വാരിയെടുത്തൊക്കെ തേച്ചു. എന്നിട്ട് വലിയൊരു കണ്ണാടിയുടെ മുൻപിൽ കൊണ്ടുവന്നിട്ട് ഈ തളകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചെറുതായി കിലുക്കി കൊടുത്തു. അപ്പോഴാണ് ഉണ്ണിക്ക് മനസ്സിലായി ഇവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നതെന്ന്. അങ്ങനെ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് രോഹിണിയമ്മയുടെ മുഖത്തേക്ക് നോക്കുന്ന ഒരു സമയമുണ്ട് കേട്ടോ. രണ്ടുപേരും കെട്ടിപ്പിടിച്ചിട്ട് രോഹിണിയമ്മയുടെ കവിളത്ത് ഉമ്മകൾ കൊടുക്കുന്ന ആ ഒരു ഭാഗം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ, എന്ത് രസമാണ് കാണാനായിട്ടില്ലേ. അതേപോലെ തന്നെ രണ്ടുണ്ണികളും എന്തെങ്കിലുമൊക്കെ കുറുമ്പ് കാണിക്കാനായിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ യശോദാമ്മ അടുക്കളയിൽ എന്ന് പറയുന്നുണ്ടാവും, ഉണ്ണി അങ്ങോട്ട് പോകണ്ടാട്ടോ, ഉമ്മറപ്പടി കടക്കണ്ടാട്ടോ എന്നൊക്കെ. അപ്പോൾ ഇവർ വിചാരിക്കും, അമ്മ എന്താ ഞങ്ങളുടെ അടുത്തില്ലാതെ ഇതൊക്കെ മനസ്സിലാക്കുന്നതെന്ന്. അവർക്കറിയില്ലല്ലോ ഈ കാൽത്തളകൾ കാരണമാണ് ഇതൊക്കെ അമ്മ അറിയുന്നതെന്ന്. അതേപോലെ രസകരമായിട്ടുള്ള ഓരോ ബാലലീലകളും, ഇതൊന്നും കഴിയുന്നില്ല കേട്ടോ. എല്ലാ ബാലലീലകളും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും.